ഇന്ന് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നല്ല അടിപൊളി എഗ്ലെസ് ബനാന കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതുവരെ ഒരു കേക്ക് പോലും ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങൾ വെച്ചെങ്കിൽ ഈ ഒരു കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ 1.5 കപ്പ് മൈദ, അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് തിരിച്ചു മാറ്റി വയ്ക്കുക. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ് കേട്ടോ. ഒരു 3 റോബസ്റ്റ പഴം എടുത്ത് ഇതുപോലെ നല്ല ഉടച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. റോബസ്റ്റ പഴം വേണമെന്ന് നിർബന്ധമില്ല, വേറെ ഏതെങ്കിലും ചെറുപഴമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ബൗളിൽ 3/4 കപ്പ് കട്ടത്തൈര് കേട്ടോ. പുളിയില്ലാത്ത നല്ല കട്ടത്തൈരിന് നോക്കിയെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പഞ്ചസാര തരികളൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. 1/4 കപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടി ഓയിൽ ഉണ്ടെങ്കിലാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബനാന മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫ്ലോർ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ മിക്സിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം, ഒരു നിർബന്ധമില്ല, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പിന്നീട് ഞാനതൊരു ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓവൻ ഇല്ലാതെ ഈ ഒരു പാത്രം നമുക്ക് ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ഒരു ചെമ്പിലൊക്കെ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓവനിലാണെങ്കിൽ ഒരു 40 മിനിറ്റോളം ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ ഒരു എഗ്ഗിൻ്റെ ഒരു സ്മെല്ലോ ഒന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഈ ചോക്ലേറ്റും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.